നമ്മുടെ ന്യൂ ടോപ്പിക് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ തീം, അപ്ലൈയിങ് തീം, അതായത് പവർ പോയിൻറ്റിൽ ഒരു തീം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മൾ ഒരു പിക്ചർ, ഒരു തീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പിക്ചർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിന് നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും? അതിനകത്ത് കളർ എടുക്കാം, ദെൻ ടൈപ്പ് ഓഫ് ഫോണ്ട് എടുക്കാം, ദെൻ ഫോണ്ട് സൈസ്, ഇതൊക്കെ ചേർന്നെയാണ് നമുക്ക് ഒരു പാക്കേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്ലൈയിങ് തീം എന്ന് പറയുന്നത്. അതിന് കളറ്, ഡിസൈന്, ഫോണ്ട് ടൈപ്പ്, ദെൻ നെക്സ്റ്റ് വൺ ഫോണ്ട് സൈസ് ആൻഡ് പ്ലേസ് ഹോൾഡർ പൊസിഷൻ, ഇതിനെല്ലാം കൂടെ ചേർന്നെയാണ് നമ്മൾ തീം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പൊസിഷൻ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് കൊണ്ട് നമ്മൾ നിർത്തി വെക്കുക കറക്റ്റായിട്ട്, കണ്ടോ, ബ്ലൂ കളറുള്ള. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാങ്ക് സ്ക്രീനായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ സ്ക്രീന് നമ്മൾ എന്ത് പറയുന്നു, ഡിസൈൻ ടാബ് എന്ന് പറയുന്നു. ഈ ഡിസൈൻ ടാബിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടെക്സ്റ്റ് എടുത്ത് നമുക്ക് സൈസ് കൂട്ടാൻ പറ്റും. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ടു ആഡ് എന്ന് പറഞ്ഞ് വരുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും? സോ വി ക്യാൻ ചേഞ്ച് ദി തീം ആൻഡ് ദി കളർ എക്സെട്ര. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ തീം സെലക്ട് ചെയ്തു. ഇതാണ് കുറേ സ്ലൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈനിൽ പ്രസ് ചെയ്തിട്ട് അതിനകത്ത് കുറേ തീംസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പച്ച കളർ തീം എടുത്തു, അടുത്ത പ്രസ് ചെയ്യും ബ്ലൂ കളർ വരും, നെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഗ്രീൻ കളർ വരും, പിന്നെ പിങ്ക് വന്നു, കണ്ടോ. ഇങ്ങനെ പല പല കളറിലെ തീമുകൾ നമുക്ക് മാറി മാറി എടുക്കാൻ പറ്റും. ഓരോ തീമിനും ഓരോരോ ഗുണങ്ങളാണ് ഉള്ളത്. ചില തീമിൻ്റെത് കൂടുതലും ടെക്സ്റ്റ് ആയിരിക്കും എടുത്തറിയുന്നത്, ചില തീമുകളിൽ കൂടുതലും പിക്ചേഴ്സ് ആയിരിക്കും എടുത്തറിയുന്നത്, ചില തീമുകളിൽ കൂടുതലും പിക്ചറും ടെക്സ്റ്റും ഒരേ കണക്ക് തുല്യ പ്രാധാന്യം കൊടുക്കും. ചില സ്ഥലങ്ങളിൽ ലെഫ്റ്റ് സൈഡിൽ പിക്ചർ വന്നിട്ട് റൈറ്റ് സൈഡിൽ ഫോണ്ട് വരും, അല്ലെങ്കിൽ തിരിച്ച് വരാം. അങ്ങനെയുള്ള പല ടൈപ്പ് ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ കണ്ട ചെറിയ ടൈപ്പിലായിട്ട് എന്താണ് ടെക്സ്റ്റ് മെസ്സേജ് കാണിച്ചിട്ട് കൂടുതലും പിക്ചറാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആ തീമിനകത്ത്. ഇപ്പോൾ വേറെ തീം നമ്മൾ എടുക്കുവാണെങ്കിൽ ആ തീമിൻ്റെത് ഇതിപ്പോൾ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിരിക്കും, പേര് ചെറുതായിട്ട് തന്നെ ഫോണ്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഫോണ്ട് നമുക്ക് തീം അപ്ലൈ ചെയ്ത് നോക്കാം. ഈ തീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ചെറിയ പിക്ചറും കൂടുതൽ ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ടെക്സ്റ്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത തീം എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് ചെയ്ത് ടെക്സ്റ്റ്, റൈറ്റ് സൈഡിലോട്ട് ടെക്സ്റ്റ് മാറിയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പിക്ചേഴ്സ് വന്നു. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ടൈപ്പ് ചെയ്തു, കണ്ടോ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ബ്ലാക്ക് ആയിരുന്നു, ഇപ്പോൾ ഞാൻ കളർ ചേഞ്ച് ചെയ്തപ്പോൾ അത് റെഡ് കളറിലെ ടെക്സ്റ്റായിട്ട് മാറി. ഇനി ഫോണ്ടിൻ്റെ ചേഞ്ച് ചെയ്തു, കണ്ടോ, ഫോണ്ട് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ ചേഞ്ചായി. നമുക്ക് തീം അപ്ലൈ ചെയ്യാം. ഓക്കെ, തീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് കണക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തീം നമുക്ക് എന്താണ് ഫോണ്ടും സിസും എല്ലാം മാറി നമുക്ക് കിട്ടി. എന്ത് പറയുന്നത്, തീം അപ്ലൈയിങ് തീം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. വി ക്യാൻ സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.